ഹായ് ഫ്രണ്ട്സ്, ഒരു മന്തിയുടെ റെസിപ്പി കണ്ടാലോ? ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് മന്തിയാണ്. ബീഫ് മന്തിക്ക് ആവശ്യമായ റൈസ് സെല്ല ബസുമതി റൈസാണ്. അതിനെ 1 മണിക്കൂർ നമ്മൾ കുതിരാൻ വെള്ളത്തിൽ ഇട്ടിരിക്കുക. അതിനുശേഷം ഈ ബീഫിനെ വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി മാറ്റി വയ്ക്കുക. അതിലോട്ട് സവാള 2 സവാള, ഞാനിവിടെ 1 കിലോ അരി ആയതുകൊണ്ട് തന്നെ അതിനാവശ്യമായ ബീഫും അതിനാവശ്യമായ മസാലകളാണ് ഇവിടെ ചേർക്കുന്നത്. 2 സവാള ചെറുതായി അരിഞ്ഞത്, 2 ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത്, 1 പിടി മല്ലിയില, 1 പിടി പുതിനയില, പിന്നെ 2 മാഗി ക്യൂബ്. ചിക്കൻ്റെ മാഗി ക്യൂബാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചിക്കൻ സ്റ്റോക്കിൻ്റെ മാഗി ക്യൂബാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ബീഫിൻ്റെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. പിന്നെ 5-6 ടേബിൾ സ്പൂൺ എണ്ണ. പിന്നെ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള മന്തി മസാലക്കൂട്ടുണ്ട്. അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ ചേർത്ത് ആവശ്യമായ ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് ചേർത്താൽ മതി. കാരണം എന്തെന്നാൽ മാഗി ക്യൂബിലൊക്കെ ഉപ്പുണ്ട്. അപ്പം നമ്മൾ രുചിച്ച് നോക്കിയതിന് ശേഷം ആവശ്യമായ ഉപ്പും ചേർത്ത് ഇത് നന്നായിട്ട് വിരകി നല്ല രീതിയിൽ മിക്സ് ചെയ്ത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കുക. ഫ്രിഡ്ജിൽ എത്രത്തോളം നേരം ഇരിക്കുന്നു അത്രത്തോളം ടേസ്റ്റ് കൂടുന്നതാണ്. പക്ഷേ ഞാനിവിടെ 1 മണിക്കൂർ വെച്ചിട്ടില്ല, ഒരു അരമണിക്കൂറേ വെച്ചിട്ടുള്ളൂ. പിന്നെ അതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഒരു മാഗി ക്യൂബ് ഇട്ട് ഉണക്ക നാരങ്ങ, പട്ട, ഗ്രാമ്പു, മസാല, ഏലക്ക, പിന്നെ മന്തി മസാല, പിന്നെ ഒരു നാരങ്ങയുടെ പകുതിയും കൂടെ ചേർത്ത് ഈ വെള്ളം തിളപ്പിക്കാനായിട്ട് മാറ്റി വയ്ക്കുക. എന്നിട്ട് തിളപ്പിക്കാനായിട്ട് മാറ്റി വയ്ക്കുക. തിളച്ച് വരുമ്പോഴാണ് നമ്മൾ ഞാൻ 1 മണിക്കൂർ മുൻപ് അരി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ അരി അവിടെ ഇരുന്ന് നന്നായിട്ട് കുതിർന്ന് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അതിനെ മാറ്റി വെച്ചിരിക്കുക. കാരണം അതിലുള്ള എത്രത്തോളം വെള്ളമുണ്ട് അത്രത്തോളം വെള്ളം പോയതിന് ശേഷം മാത്രമേ നമുക്കിതിലോട്ട് എടുത്ത് തട്ടാൻ പറ്റുള്ളൂ. തട്ടാന്ന് വെച്ചാൽ ഇതിലോട്ട് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വെള്ളം അവിടെ നിന്ന് തിളക്കട്ടെ. ആ നേരം കൊണ്ട് ഞാൻ കുക്കറിൽ ബീഫ് അരമണിക്കൂറേ ഞാൻ വെച്ചിട്ടുള്ളൂ. 1 മണിക്കൂർ എത്രത്തോളം വെക്കുന്നു അത്രത്തോളം ടേസ്റ്റ് കൂടും. പക്ഷേ എനിക്കിപ്പോൾ ഇവിടെ അരമണിക്കൂറേ വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതിനെ പുറത്തെടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ബീഫിനെ കുക്കറിലിട്ട് ബീഫിന് ആവശ്യമായ ആദ്യം ചെറുതായിട്ട് സിമ്മിലിട്ട് വേവിക്കുക. സിമ്മിലിട്ടതിന് ഒരു 10-5 മിനിറ്റ് സിമ്മിലിട്ടതിന് ശേഷം പിന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ബീഫിന് 2-3 നമ്മുടെ കുക്കറിനനുസരിച്ചിരിക്കും. ഓരോ ആൾക്കാരുടെ വീട്ടിൽ കുക്കറിൻ്റെ എത്ര വിസിൽ വേണം അതിനനുസരിച്ച് ബീഫ് വേവിച്ചെടുത്തതിന് ശേഷം ഈ വെള്ളം തിളയ്ക്കുന്നതിന് മുമ്പ് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിക്കണം. വേവിച്ചെടുക്കാൻ അപ്പുറത്തെ ഒരു അടുപ്പിലോട്ട് അതിനെ മാറ്റി വയ്ക്കുക. മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന റൈസിനെ ഇതിലോട്ട് തട്ടി ഒരു പാത്രം കൊണ്ട് കണ്ണാപ്പ അല്ലെങ്കിൽ ഒരു കോരണ എന്തെങ്കിലും കൊണ്ട് അതിനെ കോരിയെടുത്ത് മാറ്റി വയ്ക്കുക. മാറ്റി വെച്ചതിന് ശേഷം ഈ വീഡിയോ എടുത്തിട്ട് കുറേ ദിവസം ആയതുകൊണ്ട് തന്നെ ഓർമ്മ കിട്ടുന്നില്ല. ആദ്യം എന്തൊക്കെയാണ് ചെയ്തത്, ആദ്യം റൈസ് വെച്ചിട്ടാണോ ബീഫ് വെച്ചത്, പിന്നെ ബീഫ് വെച്ചതിന് ശേഷമാണോ റൈസ് വെച്ചത് എന്നെല്ലാം ഈ വീഡിയോ കണ്ട് പറയേണ്ടി വരും. നമ്മൾ ഇപ്പോൾ ഒരു വീഡിയോ എടുക്കുന്നെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ആ വീഡിയോ എടുത്ത് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുമ്പോഴേക്ക് അത് ഓർമ്മയിൽ നിൽക്കും. മറ്റത് വീഡിയോ എടുത്ത് കുറേ ദിവസത്തിന് ശേഷമാണ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ ആ വീഡിയോ കണ്ട് പറയേണ്ട അത് വരുമ്പോഴത്തേക്കും മൊത്തത്തിൽ തെറ്റിപ്പോവും. പിന്നെ ഒന്നൊന്ന് പപ്പ അടിക്കേണ്ട അവസ്ഥ വരും. പിന്നെ എഡിറ്റ് ചെയ്യാനാണെങ്കിൽ ഓഫ് ചെയ്ത് ഓണാക്കി ഫസ്റ്റ് അറ്റംപ്റ്റാണ് ഈ റെസിപ്പിയായിട്ട് ഞാൻ ഇത് ഇടുന്നത്. അല്ലാതെ ഞാൻ ഒരുപാട് ഷോർട്സും വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് റെസിപ്പി ഇതാക്കാൻ അറിയില്ല. പക്ഷേ ഈ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുന്നവർക്ക് ഈ റെസിപ്പി മനസ്സിലാവുന്നതാണ്. ഇപ്പോൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ വലിയ കഷ്ണങ്ങളെ ഒരു പാത്രത്തിലോട്ട് നമ്മൾ മാറ്റിയെടുത്തതിന് ശേഷം പിന്നെ മൊത്തത്തിൽ റൈസും ബീഫും എല്ലാം കൂടെ സെറ്റാക്കി വെക്കുന്ന ഈ പാത്രത്തിലോട്ട് ഈ മാറ്റി വെച്ചിരിക്കുന്ന ബീഫും ഈ വെള്ളവും എല്ലാം കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുക്കുക. തീരെ വെള്ളം വറ്റിപ്പോകാൻ പാടില്ല. കുറച്ച് വെള്ളം വറ്റിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് വേവിച്ച് കോരി വെച്ചിരിക്കുന്ന റൈസിനെ നമുക്കിതിലോട്ട് തട്ടിയതിന് ശേഷം പുകയിടാന്ന് വെച്ചാൽ ഈ ഒരു ഫ്ലേവറിന് കിട്ടില്ലേ, ഒരു സ്മോക്കിംഗ് ഫ്ലേവർ കിട്ടില്ലേ. ഈ മന്തിക്കായിരുന്നാലും കബ്സയ്ക്കായിരുന്നാലും ഏറ്റവും കൂടുതൽ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന ഈ സ്മോക്കിംഗ് ഫ്ലേവറാണ്. അതിന് ഈ മൊത്തത്തിൽ ഇട്ടതിന് ശേഷം അതിനകത്തോട്ട് ആ സ്മോക്ക് ചെയ്തിട്ട് ചിരട്ടയും അതെല്ലാം കത്തിച്ച് മാറ്റി അതിലോട്ട് മൊത്തത്തിലൊന്ന് അടച്ച് വയ്ക്കുക.
ഇത് മന്തിക്ക് ആവശ്യമായ ചമ്മന്തിയാണ്. ഈ ചമ്മന്തി തക്കാളി, സവാള, പച്ചമുളക്, പുതിനയില, മല്ലിയില ഇതെല്ലാം കൂടെ ചേർത്ത് ആവശ്യമായ ഉപ്പും പിന്നെ 2-3 ചീര് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് മിക്സിയിലായിട്ട് അരച്ച് നന്നായി ഇതിന് ബീഫല്ല മന്തി ഏത് മന്തിക്കോ, ചിക്കൻ മന്തിക്കായിരുന്നാലും ബീഫ് മന്തിക്കായിരുന്നാലും ഏത് മന്തിക്ക് വേണമെങ്കിലും നമുക്ക് ഈ ചമ്മന്തി ഇതിലോട്ട് കൂട്ടായിട്ട് സലാഡും ഈ ചമ്മന്തിയും ഇതെല്ലാം കൂടെ അതിന് ബീഫിന് പറ്റിയ ഒരു കൂട്ടാണ് ഈ ഒരു ചമ്മന്തി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതെല്ലാം ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതാണ് കേട്ടോ ഫ്രണ്ട്സ്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് എന്താവും എന്നറിയാത്തൊരു രീതിയിലാണ് ഞാൻ ഇതെല്ലാം ട്രൈ ചെയ്തത്. പക്ഷേ എന്തോ ഭാഗ്യത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ചോറൊന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് പോയി. മന്തിക്കെന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഒന്ന് ഡ്രൈ ആയി കിടക്കണം ചോറ്. പക്ഷേ ഇത് കുറച്ച് വെന്ത് പോയി. ആ ഒരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ കഴിക്കാനല്ല, നല്ല മന്തിയുടെ ടേസ്റ്റ് തന്നെയായിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ബീഫ് മന്തി കഴിച്ചിട്ടില്ല. നേരത്തെ ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ബീഫ് മന്തി കഴിച്ചിട്ടുള്ളത് ഞാൻ ഒരുപാട് സ്ഥലങ്ങളിലായാലും പുറത്തുനിന്നായാലും കഴിച്ചിട്ടുള്ളത് ചിക്കൻ മന്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ ബീഫ് മന്തിയുടെ ടേസ്റ്റ് ഇതാണോ എന്ന് എൻ്റെ അടുത്ത് ഉറപ്പായിട്ട് ഇങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ബീഫ് മന്തി ഞാൻ കഴിച്ചിട്ടില്ല. പക്ഷേ ടേസ്റ്റ് അപാരമായിരുന്നു, സൂപ്പറായിരുന്നു. ചോറ് ഇത്തിരി വെന്ത് പോയി തീരെ വെന്ത് കുഴഞ്ഞു പോയിട്ടല്ല. എന്താ പറയുക, ചിക്കൻ മന്തിക്ക് ഞാൻ കഴിച്ചിട്ടുള്ളത് കുറച്ച് ചോറ് ഇത്തിരി വടി പോലെ കിടക്കില്ലേ എന്ന് വെച്ചാൽ വേവാത്ത രീതിയിൽ അതായിട്ട് കിടക്കില്ലേ, വെന്തും കാണും പക്ഷെ വെന്തും പോയില്ല. അങ്ങനത്തെ ഒരു സ്റ്റൈലിലാണ് മന്തിയുടെ റൈസ് കിടക്കുന്നത് കഴിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ ഇത് കുറച്ച് ഇത്തിരി വെന്ത് പോയിട്ടുണ്ട്. അത്ര ഒരു വ്യത്യാസമേ എനിക്ക് കണ്ടിട്ടുള്ളൂ. അല്ലാതെ ടേസ്റ്റൊക്കെ സൂപ്പറായിരുന്നു. പിന്നെ സ്മോക്കിങ്ങിൻ്റെ ഇതെല്ലാം കൊടുത്ത് നന്നായിട്ട് അടച്ച് വയ്ക്കുക. അടച്ച് വെച്ചതിന് ശേഷം അടച്ചിട്ട് ഒരു 5-10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇതാക്കിയെടുക്കുക. ദമ്മ് കയറ്റിയെടുക്കുക എന്ന് പറയില്ലേ, ദമ്മ് കയറ്റിയെടുക്കുക. പിന്നെ അതിന് ശേഷം ഒരു സൈഡിൽ നിന്ന് തുറന്നതിന് ശേഷം ഒരു സൈഡിൽ നിന്ന് കൂടെ ആവശ്യമായിട്ടുള്ള ഒരു വലിയ പാത്രത്തിലോട്ട് നമ്മളൊരു പാത്രം വെച്ചോ, ചെറിയ വട്ടത്തിലുള്ള ഏതെങ്കിലും പാത്രം വെച്ചോ, സ്പൂണ് വെച്ചോ, എന്ത് വെച്ച് വേണമെങ്കിൽ നമുക്ക് കോരി മാറ്റി വെക്കാവുന്നതാണ്. മാറ്റി വെച്ച് ഇതെല്ലാം മിക്സ് ആയതിനു ശേഷം ഒരു സൈഡിൽ നിന്നേ കോരണം, അടിയിലാണ് നമ്മുടെ മസാല കിടക്കുന്നത്. ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം എല്ലാവർക്കും സെർവ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതാണ് എൻ്റെ ബീഫ് മന്തി. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ഞാൻ റെക്കോർഡ് ചെയ്തതിൽ എന്തെങ്കിലും തെറ്റെന്നല്ല, മൊത്തത്തിൽ തെറ്റും പോരായ്മകളെല്ലാം ഉണ്ട്. ആദ്യമായിട്ടാണ് ഒന്ന് ക്ഷമിക്കണം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.